അമ്മ ഉണ്ടാക്കിയതാ? ഞാൻ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ തരാൻ കൊണ്ട് തരും എനിക്ക്. തത്തകളാണ് ചട്ടി ചവിട്ടിയായിട്ട് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം കപ്പ. ഇത് ഇന്നലെ ഉണ്ടാക്കിയത്. അത് ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ ആക്കിയാലേ പറ്റും. കല്ല് കൊടുക്കേണ്ട ആൾക്കാർ ഇതെങ്ങനെ നിവർത്തത്? ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടല്ലേ? എനിക്ക് ആ സ്ഥലം വഴിയൊക്കെ ശരിക്കും പരിചയം. നിങ്ങൾ ഏതൊരു തീരുമാനം എടുക്കും. ഒന്നാമത് എന്നെ റോട്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ ഒരു തീരുമാനം എടുക്കുന്ന അവസാനം സെറ്റിൽമെന്റ് കോളനി വഴി അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് മണിക്കൂറുകൾ വൈകിട്ടാണ് തോന്നുന്നു ഒരാൾ റോഡ് സൈഡിൽ നിൽക്കുന്നത്. റോഡ് സൈഡിൽ നിർത്തി ഞാൻ വണ്ടി നിർത്തി അവരെ കണ്ടു. അപ്പൊ അത് ദേവകി അമ്മയായിരുന്നു അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും നേരം. അങ്ങനെ കാത്തു നിന്നിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ജയിച്ചു വരും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ അനുഗ്രഹമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മുല്ലേട്ടിന്റെ എൻ്റെ മുമ്പത്തെ പിന്നെ മുല്ലപ്പള്ളിയുടെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പോകുമ്പോൾ എൻ്റെ ഒരു കവറ് തന്നു, ഒരു ചെറിയ കവർ. ആ കവറ് പിന്നെ അതിലൊരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് സൈസിലുള്ള ഇന്ത്യയുടെ ദേശീയ പതാകയായിരുന്നു ആ കവറിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിസിറ്റിംഗ് കാർഡ് സൈസിലുള്ള ദേശീയ പതാക ഒരു കവറിലിട്ടിട്ട് അത് തന്നു. ഞാനത് സന്തോഷത്തോടെ അത് സ്വീകരിച്ച് കയ്യിൽ വെച്ച് ഞാനത് മറിച്ച് നോക്കിയപ്പോഴാണ് അതിലൊരു 100 രൂപ അമ്മ അതിനകത്ത് കുറെ ദിവസമായിട്ട് അത് കഴിഞ്ഞ് കാണണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇത് തരാനാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ DCC പോയി നിന്ന് പറഞ്ഞ് നേരം വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പൊതുപ്രവർത്തകർക്ക് വോട്ടും ജയവും ഭൂരിപക്ഷവും സ്ഥാനവും പദവിയും ഒക്കെ അതൊക്കെ കിട്ടുന്നതിനേക്കാളും വലിയ അംഗീകാരം ഇതുപോലത്തെ സ്നേഹം കിട്ടുന്നതാണ്. പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ വയറും ആവശ്യമില്ലാത്ത തുണിയൊക്കെ കളയുന്ന വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയ ചവിട്ടിയും കൊട്ടയാണെന്ന് എനിക്കും കുടുംബത്തിനും കുട്ടികൾക്ക് കളിക്കാനുള്ള തത്ത വരെ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ജീവിതത്തിൽ തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇതുപോലത്തെ സ്നേഹം. താത്തൊക്കെ കൊടുക്കും. എനിക്കില്ലല്ലേ ഉമ്മാക്കും താക്കും പാടില്ല. പിന്നെ ചെറുപ്പക്കാരിയാ, 94 വയസ്സായി. കറ കളഞ്ഞ പാർട്ടിക്കാരിയാട്ടോ. അങ്ങനെ എവിടെയാ? വണ്ടി എവിടെ? ഇവിടെ